2017 കൊച്ചി മെട്രോ ഉദ്ഘാടനം, ഇപ്പോൾ കഴിഞ്ഞ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം. കേരളം അഭിമാനം കൊണ്ട 2 വികസന നേട്ടങ്ങളുടെ ഉദ്ഘാടന ചടങ്ങുകൾ മാത്രമല്ല ഇവ. BJP നേതൃത്വം പരിഹാസ്യമായ 2 വേദികൾ കൂടിയാണ്. മെട്രോ ഉദ്ഘാടനത്തിന് ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ കൂടെ അന്നത്തെ BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ കടന്നുകൂടിയപ്പോൾ വിഴിഞ്ഞത്ത് ഇന്ന് അതേ സ്ഥാനത്തിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനും കടന്നുകൂടി. കുമ്മനം നേരിട്ട വിമർശനങ്ങളും പരിഹാസങ്ങളും എല്ലാം മുൻപിലുണ്ടായിട്ടും BJPയുടെ അഭിനവ് പ്രസിഡന്റ് അതൊന്നും ഗൗനിച്ചതേയില്ല. വേദിയിൽ നേരത്തെ എത്തി സീറ്റ് പിടിച്ചു എന്ന് മാത്രമല്ല, ഒറ്റയ്ക്കിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു അദ്ദേഹം. ധനമന്ത്രി ഉൾപ്പെടെ സംസ്ഥാന മന്ത്രിമാരെല്ലാം സദസ്സിലിരിക്കെ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം വ്യാപക വിമർശനത്തിനാണ് വഴിവെച്ചത്. എന്നാൽ പരമ്പരാഗത UDF പത്രം മലയാള മനോരമ അവരുടെ പ്രിയപ്പെട്ട BJP അധ്യക്ഷനെ വെള്ളപൂശുന്ന തിരക്കിലാണ്. രാജീവ് ചന്ദ്രശേഖരൻ ചെയ്തത് ഒരു തെറ്റേയല്ലെന്ന് സ്ഥാപിക്കാൻ പഠിച്ച പണി 18 പയറ്റുകയാണ് UDF BJP സംയുക്ത ജിഹ്വ. കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ചിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങുമായി വിഴിഞ്ഞത്തെ പരിപാടിയെ താരതമ്യം ചെയ്തുകൊണ്ടാണ് രാജീവിനെ രക്ഷിച്ചെടുക്കാനുള്ള മനോരമയുടെ ശ്രമം. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പരിപാടികൾക്കും അതത് സ്ഥലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ക്ഷണിക്കാറും അവർ പങ്കെടുക്കാറുമുണ്ട്. മുഴപ്പിലങ്ങാടും സമാനമായ രീതിയിൽ CPIMന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ നിന്ന് KK രാഗേഷിന്റെ പേര് മാത്രം എടുത്തുകൊണ്ട് രാജീവിനെ വെള്ളപൂശാനാണ് മനോരമയുടെ ശ്രമം. ഈ ശ്രമത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ വിഴിഞ്ഞത്തെ വേദിയിൽ നേരത്തെ എത്തി മുദ്രാവാക്യം വിളിച്ച് ചെയ്ത അല്പത്തരം ഉൾപ്പെടെ മനോരമ മറക്കുകയും ചെയ്യുന്നു. വിഷയത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെയാണ് മനോരമ വാളെടുത്തിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ അതേ വേദിയിൽ വെച്ച് വിമർശിച്ച റിയാസിന്റെ തൊട്ടടുത്താണ് രാഗേഷ് ഇരിക്കുന്നതെന്നുൾപ്പെടെ മനോരമ പറയുന്നു. ഒപ്പം സംസ്ഥാന മന്ത്രിമാരെ ഉൾപ്പെടെ സദസ്സിലിരുത്തി രാജീവ് ചെയ്ത പ്രവൃത്തിയെയാണ് റിയാസ് എതിർത്തതെന്ന് അവർ മറക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത UDF പ്രചാരവേലയ്ക്കൊപ്പം BJP രക്ഷായോജന കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് റബ്ബർ മനസാക്ഷിയുള്ള പത്രം. രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJP സംസ്ഥാന അധ്യക്ഷനെ വെള്ളപൂശുകയെന്ന ദൗത്യം മാത്രമല്ല മനോരമ ഈ വാർത്തകളിലൂടെ നിറവേറ്റുന്നത്. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ വലിയ പ്രതീക്ഷയോടെ കാണുന്ന മുഴപ്പിലങ്ങാട്ടെ വികസന പ്രവർത്തനത്തെ ദുരുദ്ദേശപരമായി സമീപിക്കുകയാണ്.